ഇതേപ്പോ ടൂറായിരിക്കുമ്പോൾ ഒന്നാളും കുറയണം. ആരാ? എന്താ? ഞാൻ മറ്റേ സാറ് പറഞ്ഞിട്ട് വന്നാ. ഏത് സാറ്? സുമിത് സാറ്. ആ, ശ്രീജിത്ത് അല്ലേ? കയറുക. എങ്ങനെയൂടെ സെറ്റപ്പ്? സെറ്റപ്പ് ഇപ്പോൾ ഞാനടക്കം 2 ആളുണ്ട് ഇവിടെ. 2 ആൾക്കുള്ള ഫുഡും ഷെയർ ഇട്ട് മേടിക്കാറാണ് പതിവ്. ഫുഡിൻ്റെ കാര്യം പറയാണ്ടിരിക്കുകയാണ് ഭേദം. കൊണ്ടുവരുന്ന ഫുഡിൻ്റെ മുക്കാലും ഞാൻ തന്നെ തിന്നാറ്. മറ്റൊരു ജാതി ടൈപ്പാ. നേരത്തെ വീട്ടിൽ കയറൂല്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ സുഖം. അപ്പം ആളെവിടെയാ? അവൻ മിനിഞ്ഞാന്ന് രാത്രി പോയതാ. ഇന്ന് വരികയായിരിക്കും. നിനക്ക് വേണമെങ്കിൽ എൻ്റെ റൂമിലും കിടക്കാം, അവൻ്റെ റൂമിലും കിടക്കാം. അത് സീനില്ല. പക്ഷേ അവൻ്റെ റൂമിൽ കിടക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതെന്തുട്ടാ പ്രശ്നം എന്ന് വെച്ചാൽ അവനൊരു സൈലൻ്റ് ഡാവാണ്. ഓ, അവൻ്റെ റൂം മൊത്തം ഈ ഗജിനി സിനിമയിലത്തെ പോലെ ഈ തെയ്യത്തിൻ്റെ ഫോട്ടോസും ബാക്കി എന്തൊക്കെയോ ഒട്ടിച്ച് എന്തൊക്കെയോ റിസർച്ച് എന്നാണ് പറയണത്. ഇതുവരെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അവൻ്റെ റൂമിൽ കയറുന്നതുകൊണ്ടോ കിടക്കുന്നതുകൊണ്ടോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ്റെ റിസർച്ചുകളിൽ എന്തെങ്കിലും തൊട്ടാൽ അഥവാ അറിഞ്ഞ സ്ട്രൈറ്റ് ഇടിയ. ആ, വന്നല്ലോ. ഇത് നമ്മുടെ വീട്ടിൽ പുതിയ. ശരിക്കിടിക്കൂ. പിന്നെ എന്തോരം കിട്ടിയേക്കണ്. നീ എല്ലാം ഒന്ന് ചുറ്റിക്കാണ്. ഞാനിപ്പോൾ വരാം. അല്ല, പേര് പറഞ്ഞില്ല. വിഷ്ണു. ഓക്കേ. അത് വെറുതെ പിടിച്ച് തുറക്കാൻ നിൽക്കണ്ട. അതോടെ മുന്നുണ്ടായിരുന്ന ആളുടെ റൂമാ. അതെന്താ തുറക്കണ്ടെന്ന്? നിനക്ക് ഇപ്പം തന്നെ എല്ലാം അറിയണ? ഏയ്, ചോദിച്ചു എന്നുള്ളൂ. ഇതൊക്കെ ശരിക്കുള്ളതാണോ? കണ്ടിട്ടെന്ത് തോന്നണ? ഏയ്, ചോദിച്ചു എന്നുള്ളൂ. അല്ല, രാത്രി അടിക്കാണ്ടാവില്ലേ? ഏയ്, ഞാൻ അടിക്കലടാ. അതെന്താ അടിക്കാത്തത്? സാധാരണ വലിക്കുന്ന ആൾക്കാരൊക്കെ അടിക്കണതാണല്ലോ. ഈ 8 കൊല്ലം മുന്നേ എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ നിർത്തിയതടി. അപ്പോൾ തുടങ്ങിയത് തന്നെ ഈ വലിയും. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചു. അച്ഛനായിരുന്നു ഉണ്ടായിരുന്നുള്ള ആഗ്രഹ കൂട്ട്. അപ്രോക്സിമേറ്റ്ലി ഞാൻ ചെയ്യണ്ടായിരുന്നത് അതേ റിസർച്ച് തന്നെയാണ് അച്ഛനും അപ്പോൾ ചെയ്യണ്ടായിരുന്നത്. അപ്പം അച്ഛൻ റിസർച്ച് ചെയ്യണ്ടായിരുന്നു? എടാ, അതിപ്പോൾ ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, നീ എന്തിട്ട് പരിപാടി മിഞ്ഞാന്ന് കാണിച്ചടാ? പോണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് നോക്കൂടെ? വിളിച്ചാൽ കിട്ടുമോ? അതുമില്ല. അതേ, എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലടി. ആ, നിന്റെ കുറെ കാര്യങ്ങളല്ലേ. നിന്റെ കുറെ തെയ്യങ്ങളും അച്ഛൻ ബാക്കി വെച്ചിട്ട് പോയ താളിയോലകളും, ഇതൊക്കെയല്ലേ നിന്റെ കാര്യങ്ങള്. ഇല്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ പോയിട്ട് എന്തുട്ടാ കാര്യം? ഇത് നിനക്ക് പറ്റാത്ത പണിയാണെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ ഇതുവരെ പോയില്ലേ? ഇറങ്ങാൻ നോക്ക്. അപ്പം ശരി എന്നാ. കണ്ണമ്മ കറിയന്ത് കാക്കറച്ചിയിൽ കണ്ണമ്മീനും ചമ്പാന്തലിന്റെ ചോറു തള്ളയ്ക്കുമ്പോ കയ്യിലിട്ടുള്ള കടി കണ്ണമ്മ തക 32 കുറുവടി വെട്ടി മുരത്തമ്മൂച്ചിലും മാങ്ങ എറിഞ്ഞ് കുണ്ടങ്കണ്ണത്തി കുറുവടി പെട്ടത് കുമ്പിട്ടടി കടി കണ്ണമ്മ തക. മോനെ വിഷ്ണുവാ, പോയാ മോനെ? എനിക്ക്
വെള്ളം പോലെ മഴ കെട്ടി തട്ടക്കിളി പെണ്ണ ഒരെണ്ണം അടിക്കണോ? നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഞാൻ അടിക്കില്ലെന്ന്. ഓ സോറി, അറിയാതെ ചോദിച്ചു പോയതാ. ഞാനും മറ്റേ കൂടെ, ആരുടെ കൂടെ? എൻ്റെ കൂടെ വെറുതെ. അതൊന്നും വേണ്ട. അതെന്താ? ഞാൻ വരും. പറഞ്ഞേക്കാ. നമ്മൾ പോവാണ്, മനസ്സിലായ? എന്തൊരു കോപ്പാ കാണിക്ക്. എങ്ങോട്ടേ രാത്രി പോവാൻ? പേടിയൊന്നുമില്ല എനിക്ക്. ഞാൻ ഇപ്പോൾ ഒരു സംഭവം ഇങ്ങനെ തെരഞ്ഞോണ്ട് നടക്കുക. എന്നിട്ടാ നിൽക്കും കറക്റ്റായിട്ട് അറിയില്ലേ. പിന്നെ പേടി അതെപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് പോയതാ. എന്തുട്ട് ജീവിയാണ്ടത്? എന്തായാലും കൂടെ വന്നില്ലേ, ഭാഗ്യമുണ്ടെങ്കിൽ നിനക്കും കാണാം. എന്തുട്ട്? നടക്കുന്നീ. അല്ല അച്ഛൻ എന്തൊരു ചെയ്യണ്ടായിരുന്നേ? രാവിലെ എന്താ പറയാൻ വന്നല്ല? അത് ഞാനെന്തൊട്ട് റിസർച്ചാണ് ചെയ്യണേ. അത് അച്ഛൻ്റെ വഴി കൂടെ ചെയ്യണു. എൻ്റെ അച്ഛൻ്റെ വഴി ആപചാരായിരുന്നത് മാത്രം. ഇതിപ്പോൾ നീ എന്നെ മുന്നേ ചോദിച്ചില്ലേ എൻ്റെ പേടി ഇങ്ങനെ പോയെന്ന്. ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ വളർന്ന സാഹചര്യം കൊണ്ടായിരിക്കാം അത് പോയത്. എൻ്റെ മുത്തി പണ്ട് എൻ്റെ അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു താളിയോല എഴുതിയിട്ടുണ്ടായിരുന്നു. എടാ നീ എൻ്റെ റൂമിൽ കുറേ പടങ്ങൾ കണ്ടിട്ടില്ലേ, തെയ്യങ്ങളുടെയും തെയ്യക്കോലങ്ങളുടെയൊക്കെ. ഇതിലത്തെ ഓരോ ഡീറ്റെയിൽസ് എടുത്തിട്ടും ഇത് പിടിച്ചാ ഓരോ തെയ്യക്കോലങ്ങളുടെ ഡീറ്റെയിലുകൾ എടുത്തിട്ട് അന്നത്തെ കാലത്ത് അതൊക്കെ ഡീകോഡ് ചെയ്തിട്ട് ഒരു താളിയോല എഴുതി. ഇതിൻ്റെ പിന്നാലെയാണ് അച്ഛൻ്റെ കാലം കഴിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ പിന്നാലെ നടക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മിനിറ്റ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ താളികളുടെ മന്ത്രശക്തിയും പിന്നെ ഒരു പർട്ടിക്കുലർ സ്ഥലവും ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനിൽ ടൈം ട്രാവൽ, കാലസഞ്ചാരം അത് സാധ്യവും. നിനക്ക് തോന്നുന്നുണ്ടോ ഈ തെയ്യക്കോലങ്ങൾ വെറും കോമരങ്ങളാണെന്ന്? അവരിത്ര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എങ്ങനെയാണ് സംസാരിക്കണേന്ന് നിനക്ക് എപ്പോഴെങ്കിലും പിടികിട്ടിയിട്ടുണ്ടോ? അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പവർ അതെവിടെ നിന്നാണ് വരണേന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനതിപ്പോൾ ചിന്തിച്ചു, അത്രേ ഉള്ളൂ. എനിക്കിടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ടാ എൻ്റെ മുത്തിയുടെ ആ പ്രസൻസ് എന്നെ ചുറ്റിപ്പറ്റി ഇവിടെയൊക്കെ ഉണ്ട്. അത് നീ കേൾക്കണം. സാധാരണ 10 അടി പിന്നോട്ട് വെച്ചാൽ കാണേണ്ടതാണല്ലോ. മോനെ, നീ വന്ന വഴി തിരിച്ചു പോ. ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കിക്കൂടാ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ
വന്ന വഴി തിരിച്ചു പോ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? നീ അറിഞ്ഞ നമ്മുടെ റോട്ടിലെ തിരുവില് വീട്ടിലെ ഫാമിലി മരിച്ചെന്ന്? എങ്ങനെ? കൊലപാതകം എന്നാ കേട്ടെ, ആരാ എന്താന്ന് അറിയില്ല. ശ്രീത്തവിടെ? ശ്രീജിത്ത് ഇന്നലെ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്താടാ? ആ വന്നാ നീ. പൊട്ടൻ്റെ മരണം അതൊരു മരണം തന്നെയാണോ? ആണോടാ? നീ ആ താളികളെടുത്ത് വായിച്ചോല്ലേ? അതെന്താ എനിക്ക് വായിച്ചോടെ? ഇറങ്ങ്. എനിക്ക് അച്ഛനും മാത്രം അറിയാവുന്ന ഈ താള് അതവൻ എങ്ങനെ എടുത്തു? ശ്രീജിത്ത് ഇന്നലെ എപ്പോഴാ വന്നേ? അതിന് പോവാത്ത ആളിങ്ങനെ തിരിച്ചു വരാ? നിനക്കെന്താ എഴുതി ഭ്രാന്തായ? ആ പിന്നെ ആ കൊലപാതകത്തിൻ്റെ എൻക്വയറിക്ക് പോലീസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. എന്താ നാരായണ ഒരു പരിഭ്രമം പോലെ? എനിക്ക് എൻ്റെ അച്ഛന് മാത്രം വായിക്കാൻ പറ്റുന്ന താളിയില്ല. നീ എങ്ങനെയാ വായിച്ചേ? അതിൻ്റെ ഉടമകൾക്ക് അത് വായിക്കാൻ കഴിയും നാരായണ. നിന്റെ അച്ഛൻ ഇപ്പോഴും എന്തിനാ വന്നിരിക്കണേന്ന് നിനക്ക് മനസ്സിലായില്ലേ നാരായണ? നിന്റെ അച്ഛൻ എന്തിനാ വന്നേക്കെന്ന് അറിയണമെങ്കിൽ നീ ആദ്യം എന്നെ കുറിച്ച് അറിയണം. പണ്ട് ജന്മിമാർ ഭരിച്ചിരുന്ന കാലം, കീഴ്ജാതിക്കാർ അടിമകളായി ജീവിച്ചിരുന്ന സമയം, എൻ്റെ അച്ഛൻ ഇക്കോൻ ആഭിചാരക്രിയകളും മന്ത്രവിദ്യകളും ചെയ്തായിരുന്നു ഞങ്ങളുടെ കുടുംബം പോറ്റിയിരുന്നത്. പണ്ട് നാടായ നാടെല്ലാം വസൂരി പടർന്നപ്പോൾ എൻ്റെ നാടായ കൈതീരിയിൽ നിന്ന് മാത്രം വസൂരി മാറുന്നു. അതിന് കാരണമായത് എൻ്റെ അച്ഛൻ ഇക്കോൻ.
അച്ഛൻ്റെ വിശിഷ്ട മന്ത്രസ്ഥിതിയിൽ വെച്ച് അച്ഛൻ നാട്ടിലെ എല്ലാവരുടെയും ദീനം മാറ്റി. അതറിഞ്ഞ് പലരും പല ദിക്കിൽ നിന്നും അച്ഛനെ തേടിയെത്തി. അതിലുണ്ടായ വരുമാനത്തിലാണ് ഞങ്ങളുടെ കുടുംബം അച്ഛൻ പോറ്റിയിരുന്നത്. അന്ന് കൈതേരി വാണിയിരുന്ന തമ്പ്രാക്കൾ ഒരു താഴ്ജാതിക്കാരൻ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് കണ്ട് അരിശമൊത്ത് തക്കം പാർത്തിരുന്നു അവർ. എൻ്റെ അച്ഛനെ കവലയിൽ വെച്ച് അവർ ചവിട്ടിക്കൊന്നു. അച്ഛൻ അവസാന ശ്വാസം എടുക്കുന്നത് ഞാൻ വേദനയോടെ ഒന്ന് കരയാൻ പോലും പറ്റാതെ നോക്കി നിന്ന് ആ നിമിഷം തീരുമാനിച്ചു. എൻ്റെ അച്ഛനെ ചവിട്ടിയ ഓരോ ചവിട്ടിനും ഞാൻ അവരോട് പ്രതികാരം ചോദിക്കും. എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്ന ആഭിചാര കർമ്മങ്ങൾ വെച്ച് ഓരോരുത്തരെയായി ഞാൻ ഇല്ലാതാക്കാൻ തുടങ്ങി. ഓരോ ജീവനെടുക്കുമ്പോഴും ഞാൻ പല പല തടസ്സങ്ങൾ നേരിട്ടു. ആ തടസ്സങ്ങൾ തേടി ഞാൻ ചെന്നെത്തിയത് 2 തെയ്യക്കോലങ്ങൾക്ക് മുന്നിലായിരുന്നു. എൻ്റെ പ്രതികാരം ഞാൻ എടുത്തതിന് ശേഷം ആ 2 തെയ്യക്കോലങ്ങളെക്കുറിച്ചറിയാൻ എൻ്റെ 14-ാം വയസ്സിൽ യാത്രകൾ ആരംഭിച്ചു. ആ യാത്രക്കിടയിൽ ഞാൻ പല പല തെയ്യങ്ങളെക്കുറിച്ച് പഠിച്ചു. അതിൽ നിന്ന് ഞാൻ പല സത്യങ്ങളും മനസ്സിലാക്കി. തെയ്യങ്ങൾ വെറും കോലങ്ങളല്ല, അവർ നമുക്കിടയിലുള്ള യഥാർത്ഥ കാലസഞ്ചാരികളാണ്. അവർക്ക് ജനനവുമില്ല, മരണവുമില്ല. ഭാവി കാലങ്ങളിലേക്കും ഭൂതകാലങ്ങളിലേക്കും അവർക്ക് യഥാഷ്ടം സഞ്ചരിക്കാൻ സാധിക്കും. ആ കാലസഞ്ചാരത്തിൻ്റെ ചുരുൾ ഞാൻ അയച്ചു. അത് 2 താളിയോല ഗ്രന്ഥങ്ങളായി ഞാൻ എഴുതി. അറിയും തോറും അത് വളരെ ഭയാനകമായി വന്നു. ആ ഗ്രന്ഥങ്ങൾ മനുഷ്യകുലത്തിന് തന്നെ ആപത്താണെന്നറിഞ്ഞപ്പോൾ ഞാൻ ആരും അറിയാതെ ആ താളിയോല മറച്ചു വെച്ചു. പിന്നീടാണ് എനിക്കൊരു കുടുംബജീവിതമുണ്ടായത്. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നിട്ട് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ മകനെ ഞാൻ വസുദേവൻ എന്ന പേര് ചൊല്ലി വളർത്തി. എനിക്കറിയാവുന്ന എല്ലാ മന്ത്രവിധികളും ഞാൻ അവനെ പഠിപ്പിച്ചു. അവന് 14 വയസ്സുള്ളപ്പോൾ ഞാൻ ഒളിപ്പിച്ചു വെച്ച ആ താളിയോലകൾ അവനെടുത്ത് വായിച്ചു. അന്ന് അവനെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ്റെ മനസ്സിൽ ഒരാർത്തി കയറി വന്നു. സമയം തനിക്ക് അടിമപ്പെടുത്തണമെന്ന്, ഒരു ദൈവത്തെ പോലെ മനുഷ്യർക്കിടയിൽ വാഴണമെന്നൊരാർത്തി. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി എഴുതാൻ ബാക്കി വെച്ച താളിയോല ചുരുളെടുത്ത് ആ ഒരൊറ്റ രാത്രി കൊണ്ട് അവനത് പൂർത്തിയാക്കി. അതിന് ജീവൻ വെപ്പിക്കണമെങ്കിൽ ഒരു ബലിരക്തം വേണമെന്ന് അറിഞ്ഞവൻ ഒരു നരബലിക്കൊരുങ്ങി. അവൻ്റെ ബലിയാടായി കണ്ടത് എന്നെയും. അന്ന് രാത്രി എന്നെ കുരുതി കൊടുത്ത് എൻ്റെ ചങ്കിലെ ചോര ആ താളിയോലകളിൽ പുരട്ടി അഥർവമന്ത്രങ്ങളാൽ അതവൻ ബന്ധിച്ചു. അവൻ്റെ തലമുറ അല്ലാതെ അതാരെങ്കിലും സ്പർശിച്ചാലോ കണ്ടാലോ അവർ ശപിക്കപ്പെടും. ആ വസുദേവൻ മരിച്ചതിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ ആർത്തി തീർക്കാൻ മാത്രമാണ്. അച്ഛനെ താളിയോല കിട്ടിയാലല്ലേ ഞാനത് നശിപ്പിക്കും. അത് നീ എപ്പോൾ നശിപ്പിക്കാൻ നോക്കുന്നുവോ അപ്പോൾ അച്ഛൻ നിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കും. നാരായണ, താളിയോലകൾ സ്വന്തമാക്കണമെങ്കിൽ അച്ഛൻ അനുയോജ്യമായൊരു ദേഹം വേണം. അത് നിൻ്റെയാ. അച്ഛൻ വേറെ ആരുടെയും ദേഹത്തല്ല നാരായണ, അത് നിന്റെ ദേഹത്താണ്. അപ്പോൾ ശ്രീജിത്തോ? അവൻ അന്ധകാരജാതോഹം മൃത്യും ശ്വാസം ഗൃണാമി യമസ്യ ഛായാമയ വസ്തു മായാമേ ജന്മ മൃത്യുമേ മാർഗ മായാമേ ജന്മ മൃത്യുമേ മാർഗ. ചത്ത് 40 ആണ്ട് കഴിഞ്ഞിട്ടും നിങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടില്ല തള്ളേ. വസുദേവാ, കളി മതിയാക്ക്. അവൻ നിന്റെ മകനാണ്. അവനെങ്കിലും നീ വെറുതെ വിട്. നിങ്ങൾ ആർത്തി എന്ന് പേരിട്ട് വിളിച്ച എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഞാൻ അവസാനമായി കണ്ടൊരു വഴിയാണത്. ഇതിനെതിരായി ആര് വന്നാലും ഞാൻ അവരില്ലാതാക്കും. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു വസുദേവ. എൻ്റെ കർമ്മ അവിടെ അവസാനിക്കുകയാണ്. അവനെല്ലാം അറിഞ്ഞിരിക്കുന്നു. എൻ്റെ രക്തത്തിലാണ് നീ പിറന്നതെങ്കിലും അതേ രക്തത്തിലാണ് അവനും. സൂക്ഷിച്ചോ നീ. ആ നേരെ ഉണ്ടായിരുന്ന ചോറ് കളക്കി
വസുദേവാ, നീ ഇത്രേ ഉള്ളോ? ഉത്തരം കിട്ടിയില്ല വസുദേവാ. അമ്മയെ കൊന്നവന് ശിക്ഷ എന്താണെന്നറിയുവോ വസുദേവാ? നരഹത്യക്കുള്ള ശിക്ഷ എന്താണെന്നറിയുവോ? എന്റെ മരണം ഒരു മരണമായി തോന്നുന്നുണ്ടോ വസുദേവാ നിനക്ക്? ഞാൻ ആരാണെന്നറിയുവാ? ഉത്തരം അന്വേഷിച്ച് കുഴയണ്ട വസുദേവാ. ഉത്തരങ്ങൾ എന്റെ പക്കലുണ്ട്. സ്വന്തം അമ്മയെ കൊന്നവൻ എന്ത് മകൻ അല്ലേ? നീ വിതച്ചതിനെല്ലാം നീ ഇന്നു കൊയ്യും വസുദേവാ. നിന്റെ അത്യാർത്ഥിയാണ് വസുദേവാ എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചത്. ആ അത്യാർത്ഥിക്കായി നീ കളഞ്ഞത് ഒന്നും രണ്ടുമല്ല, പല ജീവനുകൾ. വസുദേവാ, നിന്നെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ അവസാന പ്രഹരം നിന്റെ മേൽ സ്പർശിച്ചതും നീ ഇഹലോകവും പരലോകവുമില്ലാതെ മോക്ഷം കിട്ടാതെ ഒരു അനാഥപ്രേതമായി അലയും. ഞാനില്ല അല്ലേ? അതിക്രമിച്ചു വസുദേവാ, ഓങ്ങിക്കോ നീ. ഇനിയുള്ള കാലം എന്റെ കുട്ടിയായി നരനാരായണനായി വാഴട്ടെ. അണിയാണി അണിയാലേ ഉഴുതുമാ മണ്ണീനെ മാറോടു ചേർത്തു പീച്ചേ അന്യരില്ലാത്തോരു കൂടും ചാമച്ചേ